ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് എൻജിൻ വൈബ്രേഷൻ പല വിധത്തിലുണ്ട്. എൻജിൻ മിസ്സിംഗ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഇഞ്ചക്ടറിൽ മിസ്സിംഗ് ആയിട്ടുള്ള വൈബ്രേഷൻ വരാം, പ്ലഗ് പോയിട്ടുള്ള വൈബ്രേഷൻ വരാം, നോസിലിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വൈബ്രേഷൻ വരാം. അതായത് എൻജിൻ മിസ്സിംഗ് കാര്യങ്ങളുള്ള തമ്മിലുള്ള വൈബ്രേഷൻ വരാം. പക്ഷേ വേറൊരു വൈബ്രേഷൻ എൻജിൻ്റെ മൗണ്ടിങ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വൈബ്രേഷൻ വരാം. അപ്പോൾ നമ്മുടെ ഈ എർട്ടിഗയുടെ മെയിൻ മൗണ്ടിങ്, അതായത് ഹൈഡ്രോളിക് മൗണ്ടിങ് വരുന്നത് എർട്ടിഗയുടെ എൻജിൻ മൗണ്ടിങ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയർ എടുത്തിട്ടുണ്ടെങ്കിൽ എൻജിൻ കിടന്ന് കുടഞ്ഞുകൊണ്ടിരിക്കും. അതായത് വണ്ടി ലോഡ് എടുക്കുന്ന അനുസരിച്ച് വണ്ടി കിടന്ന് കുടഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു കംപ്ലൈൻറ്റാണ് നമുക്ക് ഈ നിലവിൽ ഈ വണ്ടിക്കുള്ളത്. അപ്പോൾ അത് മാറണമെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൗണ്ടിങ് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇത് മെയിൻ മൗണ്ടിങ് ആണ്, ഹൈഡ്രോളിക് മൗണ്ടിങ് ആണ് ഇത്. ഇതിൻ്റെ റൈറ്റ് വരുന്നത് 3820 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്, MGP ഒറിജിനൽ. ഇത് വരുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻജിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇത് വരുന്നത്. ഇതാണ് നമ്മുടെ കംപ്ലൈൻ്റ് ആയത് കേട്ടോ. ഇത് കാരണം എൻജിൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എടാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തരാം. ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. പ്രശ്നം നിങ്ങൾ നോക്കും, അല്ല കുറച്ചിൽ വേണ്ട, ഓഫ് ചെയ്തേ വേണ്ട. ആ ഒരു വൈബ്രേഷനാണ് ഇപ്പോൾ ഈ വണ്ടിക്ക് ഉള്ളത് നിലവിൽ. ഇങ്ങനെ കിടന്ന് കുടയും ഓഫ് ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ എൻജിൻ ലോഡ് എടുക്കുമ്പോഴും കിടന്ന് ഇങ്ങനെ കിടന്ന് വൈബ്രേഷൻ ചെയ്യും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മൗണ്ടിങ് ഇതിൻ്റെ റീപ്ലേസ് ചെയ്യുകയാണ്. 3800 രൂപേൻ്റെ റീപ്ലേസ്മെൻറ്റ്, അല്ല ഇതിൻ്റെ പാർട്സിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ചേഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി അയക്കരുത്, ഞാൻ അതും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 14 ബോൾട്ട് എൻജിന്മേ വരുന്നുണ്ട്, അതുപോലെ തന്നെ 14 ബോൾട്ട് ബോഡിമേ വരുന്നുണ്ട്. അതിലൊരു ജാക്ക് വെച്ച് കൊടുക്കണം എൻജിൻ സപ്പോർട്ട് ചെയ്തിട്ട്. ആ ബോൾട്ടുകൾ അയക്കാം, സിമ്പിളായിട്ട് ചേഞ്ച് ആവുന്നുള്ളൂ. നമ്മൾ എൻജിൻ്റെ മൗണ്ടിങ് അയച്ചെടുത്തു. ഇതാണ് സംഭവം. ശരിക്കും ആകെ പോയിട്ടാ, നിങ്ങൾക്കിത് കാണാം, ഷെയ്ക്കാന്നുണ്ടോ, മൊത്തം പോയൊക്കെയായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിടന്ന് കുടഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഏരിയ വരുന്നത് കേട്ടോ. ഈ 3 ബോൾട്ടുമേ, പിന്നെ ഇവിടെ ഒരു ബോഡി 3 ബോൾട്ടും നമുക്ക് പുതിയത് ഫിറ്റ് ചെയ്യാം. അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിക്കിയുടെ ഷോക്കാണ്. ഇത് രണ്ടും പോയേക്കാണ്. വിട്ടാടാ, വിട്ടോ
ഉണ്ടാ നിൽക്കില്ല ആ അവസ്ഥയായി. അപ്പോൾ അത് രണ്ടും ചേഞ്ച് ചെയ്യാം. അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഷോക്കിന് 450 രൂപ വരുന്നുണ്ട് കേട്ടോ. MRP റേറ്റ് 5 GB ഒറിജിനൽ. അപ്പോൾ അത് രണ്ടും മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നം സോൾവ് ആയി നമ്മുടെ. അപ്പോൾ നമ്മുടെ പ്രശ്നം സോൾവ് ആയിട്ടാ. പ്രശ്നം സോൾവ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എടുത്ത് കാണിക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു, ഇങ്ങനെ സ്മൂത്തായിട്ട് പോകണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വൈബ്രേഷൻ ആയിരുന്നു. അത് ശരി. കുറച്ചിലില്ല. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇനി ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയുടെ എൻജിൻ ലൈറ്റ് വന്നിട്ടുണ്ട്. എൻജിൻ ലൈറ്റ് വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മൗണ്ടിങ്ങിൻ്റെ അവിടെ ഒരു വാക്കം കണക്ടർ ഉണ്ടായിരുന്നു. മൗണ്ടിങ്ങിൻ്റെ അവിടെ ഒരു വാക്കം കണക്ടർ ഉണ്ടായിരുന്നു. ആ വാക്കം കണക്ടറിൻ്റെ കപ്ലർ നമ്മൾ ബാറ്ററി മൈനസ് കണക്ട് ചെയ്തിട്ട് നമ്മൾ അയച്ചു. അപ്പോൾ അത് കാരണമാണ് ഈ എൻജിൻ മൗണ്ടിങ് ലൈറ്റ് വന്നത്. അപ്പോൾ അതിന് ബാറ്ററി മൈനസ് ജസ്റ്റ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാറ്ററി മൈനസ് അയച്ചു കേട്ടോ. എന്നിട്ട് വീണ്ടും ഫിറ്റ് ചെയ്തു. നോക്കാം എൻജിൻ ലൈറ്റ് പോയി. പ്രോബ്ലം സോൾവ് കേട്ടോ.